നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളെ വേദനിപ്പിച്ച ഒരു വാർത്തയാണ്. ബൈക്ക് അപകടത്തിൽ പ്രതിശ്രുത വരൻ മരിച്ചതിന് പിന്നാലെ പ്രതിശ്രുത വധു ജീവനൊടുക്കിയ സംഭവം. മാത്രമല്ല, ആത്മഹത്യാക്കുറിപ്പിൽ ഈ വരൻ്റെ അരികിൽ തന്നെ, കുഴിമാടത്തിനരികിൽ തന്നെ തന്നെയും അടക്കണം എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പെൺകുട്ടി കുറിച്ചിരുന്നു. എന്തായാലും ഇരുവർക്കും അടുത്തടുത്ത് അന്ത്യവിശ്രമം. ബൈക്ക് അപകടത്തിൽ മരിച്ച പ്രതിശ്രുത വരൻ്റെ കുഴിമാടത്തിനരികിൽ പ്രതിശ്രുത വധുവിനും അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുകയാണ്. കുമ്പള കിതൂർ കുണ്ടങ്കേരുടുക്കയിലെ പ്രഫുല്ലയുടെ മൃതദേഹമാണ് പ്രതിശ്രുതവരനായിരുന്ന തിരുനെൽവേലി വള്ളിയൂർ സ്വദേശി മണിയുടെ ഗ്രാമത്തിൽ എത്തിച്ച് സംസ്കരിച്ചത്. മണിയുടെ കുഴിമാടത്തിനരികിൽ തന്നെയാണ് പ്രഫുല്ലയ്ക്കും കുഴിമാടം ഒരുക്കിയത്. 26 വയസ്സുകാരിയാണ് ജീവൻ ഒടുക്കിയത്. വളരെ വേദനിപ്പിക്കുന്ന സംഭവ വികാസങ്ങളായിരുന്നു അരങ്ങേറിയത്. ആത്മഹത്യാക്കുറിപ്പിൽ പ്രഫുല്ല ആവശ്യപ്പെട്ടത് തന്നെ മണിയെ സംസ്കരിച്ച സ്ഥലത്ത് തന്നെ സംസ്കരിക്കണമെന്നായിരുന്നു. അത്തരത്തിൽ ആ അവസാനത്തെ ആഗ്രഹം സഫലമാക്കി നൽകിയിരിക്കുകയാണ് ബന്ധുക്കൾ. വേദനയോടെയാണ് ഈ ഒരു ആഗ്രഹം അവർ സഫലമാക്കിയത്. എന്തായാലും വളരെ വേദനാജനകമായ വാർത്തയായിരുന്നു. അതായത് വിവാഹം ഉറപ്പിച്ചു, വിവാഹം നടക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ, ബൈക്ക് അപകടത്തിൽ മണി മരിക്കുന്നത്. ഒരുപാട് ദിവസം ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കുകയാണ് മരണം സംഭവിച്ചത്. പിന്നാലെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രഫുല്ലയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മണിയുടെ അപ്രതീക്ഷിത വിയോഗം അത് താങ്ങാനാകുന്നതിലും അപ്പുറമായിരുന്നു പ്രഫുല്ലയ്ക്ക്. അത് വലിയൊരു ആഘാതമാണ് പ്രഫുല്ലയ്ക്ക് സൃഷ്ടിച്ചത്. ഇതിന് പിന്നാലെയായിരുന്നു പ്രഫുല്ല ആത്മഹത്യ ചെയ്തത്. ബാങ്ക് ജീവനക്കാരനായിരുന്നു തിരുനെൽവേലി സ്വദേശിയായ മണി. പ്രഫുല്ലയുമായിട്ടുള്ള വിവാഹം 4 ദിവസം മുൻപ് നിശ്ചയിച്ചിരുന്നതാണ്. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയവയാണ് 1 മാസം മുൻപ് ബൈക്ക് അപകടത്തിൽപ്പെട്ട് മണിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ചികിത്സയിലിരിക്കെ മരണവും സംഭവിച്ചു. ആശുപത്രിയിൽ വെച്ചായിരുന്നു മണിയുടെ മരണം. മണിയുടെ സംസ്കാര ചടങ്ങിൽ പ്രഫുല്ലയും കുടുംബവും പങ്കെടുത്തിരുന്നു. തിരിച്ച് കുമ്പളയിലെ വീട്ടിലെത്തിയ ശേഷം പ്രഫുല്ല മാനസികമായി തകർന്നു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു പെൺകുട്ടിയായിരുന്നതെന്നാണ് ഉറ്റവരൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് ആത്മഹത്യ ചെയ്തത്. വീട്ടിനുള്ളിലെ ഹാളിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു പ്രഫുല്ലയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ സമയത്തിൽ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കുടുംബം ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നു. ഈ സമയത്തായിരുന്നു പ്രഫുല്ലയുടെ ആത്മഹത്യ. മൃതദേഹത്തിനരികിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. ആ ആത്മഹത്യാക്കുറിപ്പിലാണ് മണിയെ സംസ്കരിച്ചെടുത്ത് തന്നെ തൻ്റെ മൃതദേഹം സംസ്കരിക്കണമെന്ന് അവസാനമായി പ്രഫുല്ല ആഗ്രഹം പ്രകടിപ്പിച്ച ആഗ്രഹം വാക്കുകളായിട്ട് കുറിച്ചിട്ടത്. ഇതോടെയാണ് വീട്ടുകാരും ആലോചിച്ച് തമിഴ്നാട്ടിലെത്തിച്ച് സംസ്കരിക്കാൻ തീരുമാനിച്ചത്. തിങ്കളാഴ്ച കാസർഗോഡ് നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം തിരുനെൽവേലിയിലേക്ക് കൊണ്ടുപോയി. പിതാവ് ജയാനന്ദ, സഹോദരൻ പ്രമോദ് എന്നിവരുൾപ്പെടെ ചേർന്നാണ് മൃതദേഹം തിരുനെൽവേലിയിലേക്ക് കൊണ്ടുപോയത്. തുടർന്ന് മണിയുടെ കുഴിമാടത്തിനരികിലായി പ്രഫുല്ലയും സംസ്കരിക്കുകയായിരുന്നു. ഇരുവരുടെയും കുടുംബാംഗങ്ങളും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. എന്തായാലും കുടുംബത്തിനെ സംബന്ധിച്ച് വലിയ വേദന ഉളവാക്കുന്ന വാർത്തയാണ്. അതായത് അത്രമാത്രം പ്രഫുല്ല മണിയെ സ്നേഹിച്ചിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കാം മാനസികമായി തകർന്നത്, പിന്നാലെ ആ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത്. എന്തായാലും ഈ മണിയുടെ മരണത്തോടെ മാനസികമായി തകർന്ന പ്രഫുല്ലയ്ക്ക് കുറച്ചുകൂടി ഒരു മെൻ്റൽ സപ്പോർട്ട് കിട്ടേണ്ടിയിരുന്നു എന്നാണ് ഒരു നിഗമനത്തിൽ എത്തുന്നത്. കുറച്ചുകൂടി കരുതലും അതുപോലെ തന്നെ ഒരു മാനസികമായിട്ടുള്ളൊരു പിന്തുണയും ഒക്കെ കിട്ടിയിരുന്നുവെങ്കിൽ, കുറച്ചുകൂടി ഒരു കരുതൽ കിട്ടിയിരുന്നുവെങ്കിൽ പ്രഫുല്ലയുടെ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു എന്നാണ് ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും വീട്ടുകാരും കരുതിയിലെത്തിയൊരു ആത്മഹത്യയിലേക്ക് പ്രഫുല്ല നയിക്കപ്പെടുമെന്ന് മാനസികമായിട്ട് തകർന്നുവെങ്കിലും ആത്മഹത്യയിലേക്ക്, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് തിരിയുമെന്ന് ഒരിക്കലും വീട്ടുകാരും കരുതിയിരുന്നില്ല. എന്തായാലും വളരെ വേദനാജനകമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.